Good morning. Good morning. Okay. Last class നമ്മൾ ഇന്റർവ്യൂ പ്രോസസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ആണോ? ഇന്റർവ്യൂ പ്രോസസ് അല്ലേ? ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ആരും ഞാൻ കയറിയവരുണ്ടോ? ഓക്കെ. നമുക്ക് എന്നാലും ഇന്റർവ്യൂ പ്രോസസ് മുതൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഞാൻ എന്തായാലും റീഡ് ചെയ്തതാണ്. അല്ല വർഷ അത് കഴിഞ്ഞെടുത്തിട്ടുണ്ടോ? ഒരു മിനിറ്റ് മാം. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് സെക്കൻഡ് പോയിന്റ് എന്നാ. കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ വരെയും എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം. ഓക്കെ ഓക്കെ. ഗ്രൂപ്പ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, അത് കഴിഞ്ഞ ജോബ് ആൻഡ് അത് എടുക്കാനുണ്ട് മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് ഏതായിരുന്നു? ഗ്രൂപ്പ് ഇന്റർവ്യൂ വരെയാണ് ഇന്റർവ്യൂ അതെ ഗ്രൂപ്പ് ഇന്റർവ്യൂ വരെ എടുത്തു. കോർ ഇന്റർവ്യൂസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മൾ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ചെയ്യും. ട്രസ്റ്റ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ദെൻ ഫോർമൽ സ്ട്രക്ചർ, ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഫോർമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ദെൻ പാനൽ ഓഫ് ഇന്റർവ്യൂ, ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ്, അവരെയാണ് നമ്മൾ പാനൽ ഓഫ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ആ ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഒരു ഫിലിമിലൊക്കെ ഉള്ള ഇൻസിഡന്റ് ഒക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു. അപ്പൊ അത്രയും വരെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, ഇനി ഡെപ്ത് ഇന്റർവ്യൂ ആണ്. നമുക്ക് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് എന്തോരു നോളജ് ഉണ്ട്, എന്തോരു സ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഡെപ്ത് ഇന്റർവ്യൂ ആർ ദ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഇൻ വിച്ച് എ കാൻഡിഡേറ്റ് ഈസ് ഇവാലുവേറ്റഡ് മെയിൻലി ഇൻ കോർ ഏരിയാസ് ഓഫ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ ജോബ്. നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തോരം നോളജ് ഉണ്ട്, എന്തോരം സ്കിൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. The candidates are evaluated by expert in their respective fields by putting up appropriate questions in order to obtain significant response from them by initiating the discussion regarding some പ്രോബ്ലമാറ്റിക് ഏരിയ ഓഫ് ദ ജോബ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡെപ്തിനെ കുറിച്ച് മനസ്സിലാക്കുക? ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു ഫീൽഡിനെ കുറിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ഏരിയനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളായിരുന്നെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്തേനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കും, ഒബ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഈ ഒരു വ്യക്തിനെ നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് മനസ്സിലാക്കുന്നത്. ബൈ ആസ്കിംഗ് ദം ഡിസ്ക്രൈബ് ഈവൻ എ മിനിറ്റ്സ് ഓഫ് ആക്ടിവിറ്റി ഓഫ് ജോബ് പെർഫോമൻസ്. അപ്പോ ജോബ് പെർഫോമൻസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ആളോട് പറയും. അപ്പൊ ആൾ പറയുന്ന രീതി നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു എക്സ്പെർട്ടൈസും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, ചോദിച്ച് മനസ്സിലാക്കും. ഇതാണ് ഡെപ്ത് ഇന്റർവ്യൂ വരുന്നത്. നമുക്ക് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് എന്തൊരു നോളജും സ്കില്ലും ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഡെപ്ത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. Then next ആണ് job and problem interview. Job and problem interview are mainly designed for evaluating the candidate's knowledge. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ നോളജ് വാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജോബ് ആൻഡ് പ്രോബ്ലം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനെ കുറിച്ചിട്ടുള്ള നോളജ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ്, ജോബ് മെത്തേഡ്, ക്രിട്ടിക്കൽ പ്രോബ്ലംസ്, എന്തെങ്കിലും മേ ടു റിസോൾവ് ദോസ് പ്രോബ്ലം, അതെങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഫേമിലേക്ക് താങ്കളെ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, കാൻഡിഡേറ്റ്സിന് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്തായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടെ? അപ്പൊ അവർ പറയും എന്താണ്, സാധാരണ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എങ്ങനെയാണ്,
പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തുക, അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടന്റ് ഡ്യൂട്ടി എങ്ങനെയാണ്, എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിനെയും അവരുടെ ആ ഒരു ഡ്യൂട്ടിനെ കുറിച്ച് വെൽ നോൺ ആണോ, അവരുടെ ഫങ്ഷൻസ്, ഓർഗനൈസേഷനിലുള്ള ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് അറിയോ, അല്ലെങ്കിൽ ജോബ് മെത്തേഡ് എങ്ങനെയാണ്, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിനോട് ചോദിച്ച് അത് മനസ്സിലാക്കാനായിട്ട് നോക്കും. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ്, ഏത് കോർ ഇന്റർവ്യൂല്. ഇനി ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. സാധാരണയായിട്ട് ഒന്നില്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആരായിരിക്കും, HR മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പോത്ത് ഒരുമിച്ച് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ഈ ഫൈനൽ ഡിസിഷൻ ആരെടുക്കും, ഈ എംപ്ലോയിനെ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ ആരെടുക്കുന്നത്, ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇവര് ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, ഇത്ര കാൻഡിഡേറ്റ്സിന് ഇത്ര റാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻ ആരോട് പാസ് ചെയ്യും, ഹയർ അതോറിറ്റിനോട് പാസ് ചെയ്യും. അവിടെ നിന്നായിരിക്കും നമുക്ക് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ള ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഇതാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ ഈസ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ ടേക്കൺ ബൈ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് സാധാരണയായിട്ട് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യക്തി, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ഇപ്പൊ മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കും. ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് ഓഫീസർ, അല്ലെങ്കിൽ HR സംബന്ധിച്ചാണെങ്കിൽ HR മാനേജർ ആയിരിക്കും. അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണോ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഡിസിഷൻ എടുക്കുന്നത്. ജനറലി ദിസ് കൈൻഡ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ടഡ് ത്രൂ ഇൻഫോർമൽ ഡിസ്കഷൻ. ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ് ഈ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. The HR manager is also supposed to take an interview of the candidates in order to take his decision with respect to. അപ്പോൾ നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആരോട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, HR മാനേജർ. HR മാനേജർ ആയിരിക്കും നമുക്ക് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, സാലറി, അലവൻസ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, HR മാനേജർ ആയിരിക്കും. കാൻഡിഡേറ്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ രണ്ടുപേര് ഇന്റർവ്യൂ ചെയ്തു, ആരാണ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും HR മാനേജേഴ്സും അവർ ഇന്റർവ്യൂ ചെയ്തു. The department heads and HR managers communicate their views. Thereafter, they mutually notify the head of the interview board about their decision. അപ്പൊ ഇവർ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം നമ്മുടെ ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തു, ഇതിന്റെ സ്കോർ ആണ് ഇതിന്റെ പേഴ്സണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. The head of the interview board takes the final decision about candidate's performance and his respective rank in the interview. അപ്പം ആ ഹെഡാണ്, ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസും ഇന്റർവ്യൂലുള്ള റാങ്കും ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹെഡ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, ഫൈനൽ ഡിസിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് നമ്മൾ പറഞ്ഞത്. നോക്കാം ഏതൊക്കെയാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂയുടെ ടൈപ്സ്. അങ്ങനെ നമ്മൾ പ്രിലിമിനറി ഇന്റർവ്യൂ പറയുമ്പോൾ ഫോർമൽ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കോർ ഇന്റർവ്യൂസിലാണ് നമ്പർ ഓഫ് ഇന്റർവ്യൂസിന് എണ്ണം കൂടുതൽ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, ദെൻ സ്ട്രെസ് ഇന്റർവ്യൂ, കറക്റ്റ് ഫോർമൽ ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ, ജോബ് ആൻഡ് പ്രോബ്ലം ഇന്റർവ്യൂ. ഏറ്റവും ലാസ്റ്റ് ഏതാണ്, നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം എന്ന് എടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂല് പറയുന്നത്. ഇന്ന് എടുക്കുന്നത് ഏത് മുതലാണ്, ഡെപ്ത് ഇന്റർവ്യൂ മുതൽ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ വരെ ഒന്ന് വായിച്ചേ.
ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, ഇനി നോക്കാൻ പോകുന്ന ഇന്റർവ്യൂ പ്രോസസ് ആണ്. എന്തെല്ലാമാണ് ഒരു ഇന്റർവ്യൂവിൽ വരുന്ന സ്റ്റെപ്സുകൾ? മെയിൻ ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഒരു സ്റ്റെപ്സുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് ഇന്റർവ്യൂ പ്രോസസ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The several steps followed while conducting an interview are as follows. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ഈ പ്രോസസ് എന്ന് പറയുന്ന സ്റ്റെപ്സിനെയാണ് പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂ. നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റും എന്ന്. അങ്ങനെയല്ല, ഒത്തിരി പ്രിപ്പറേഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെല്ലാം പ്രിപ്പറേഷൻ ഓഫ് ഇന്റർവ്യൂ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. The preparation of the interview should be made well in advance because it not only helps in converting the most important aspect but also helps the interview to learn relevant facts that may be required during the interview. അപ്പോൾ എത്രയും പെട്ടെന്ന് വെൽ അഡ്വാൻസ് ആയിട്ട് ഇന്റർവ്യൂവിന്റെ ആ ഒരു പ്രിപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മുൻകൂട്ടി തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കിട്ടും. നമുക്ക് ആ റിലവന്റ് ആയിട്ട് ചോദിക്കേണ്ട ഫാക്ട്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നമുക്കൊരു ടൈം നമുക്ക് കിട്ടും. The preparation that required to be done by the organization are as follows. താഴെ പറയുന്നതാണ് സാധാരണ രീതിയിൽ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യം തന്നെ തീരുമാനിക്കുന്നത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ, അത്രയും ടൈപ്സിൽ ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് എന്ന് തീരുമാനിക്കും. അതെങ്ങനെയാണ്? ജോബ് റിക്വയർമെന്റിന്റെ ബേസിലാണ് ഏത് ടൈപ്പ് ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് മെയിൻ പർപ്പസ് ഓഫ് ഇന്റർവ്യൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്? ആ ജോബിന് എന്തൊക്കെ സ്കില്ലും എന്തൊക്കെ നോളജും വേണം ആ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ആ ഒരു ജോബ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം. അതേപോലെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇന്റർവ്യൂവർ, ആരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾ എന്ന് നമ്മൾ എത്ര നമ്പർ ഓഫ് ഇന്റർവ്യൂസ് വേണം എന്ന് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. നമ്പർ ഓഫ് ഇന്റർവ്യൂസിന്റെ കാര്യം ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. ഇനി ഡാറ്റ മെയിൻ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ഒന്നും കൂടി റിയലബിലിറ്റി ഉറപ്പുവരുത്തണം. ഇനി ഡിസിഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. അത് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിൽ ആസ്ക് ചെയ്യണം. നമ്മൾ വിചാരിക്കുന്ന ഇന്റർവ്യൂവിൽ അവർ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യണോ? അല്ല, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് അവർ ചോദിക്കുന്നത്. അതേപോലെ ടൈം സെറ്റ് ഉണ്ട്. ഇന്റർവ്യൂ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ഇന്റർവ്യൂവിന് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാഡ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ബാഡ് ആവുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. നമ്മുടെ ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എത്രയും നേരത്തെ നമുക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിന് പ്രസന്റ് ആവാം. പിന്നെ എന്താണ്, ഇന്റർവ്യൂവർ ആൻഡ് ആപ്ലിക്കബിൾസ് രണ്ടുപേരും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് ഏറ്റവും കംഫർട്ടബിൾ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. നമ്മൾ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിനെ അവരോട് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എന്താണ്, കംഫർട്ടബിൾ ഫീൽ ചെയ്യും. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ വരുന്ന ഓർഗനൈസേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. The type of interview is conducted should be selected according to the requirement of the job. ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ വേണം എന്നുള്ളത് ആ ഒരു ജോബിന്റെ റിക്വയർമെന്റ് അനുസരിച്ചായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. The main objective of the interview process should be determine the understanding and skill encompassed by the candidates as per the demand and nature of the job. ആ ജോബിന്റെ നേച്ചറും ഡിമാൻഡും അനുസരിച്ചായിരിക്കും എന്തെല്ലാം സ്കിൽസും അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വേണം, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. The number of interviewer while conducting an interview should be clearly specified. എത്ര നമ്പർ ഓഫ് ഇന്റർവ്യൂസ് വേണം ആ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. The data collected about the applicants through other selection process should be reassessed. ഇനി നമ്മൾ സെലക്ഷൻ പ്രോസസ്സിന്റെ സമയത്ത് ഇന്റർവ്യൂവിന്റെ ആപ്ലിക്കേഷൻ ഫോം വഴി നമ്മൾ ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഒന്നും കൂടി അസസ് ചെയ്യണം. Besides this,
score obtained should be reevaluated. ഇനി നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തില്ലേ, ആ സമയത്ത് അറ്റൈൻ ചെയ്തിരിക്കുന്ന സ്കോർ ഒന്നും കൂടി റീവാല്യൂ ചെയ്യാം. ഇനി കറക്റ്റ് ആയിട്ടാണോ കൗണ്ട് ചെയ്തത് എന്നൊന്ന് റീവാല്യൂ ചെയ്ത് നോക്കാം. ആൻഡ് ദ റിയലബിലിറ്റി ഓഫ് ദ മെത്തേഡ് യൂസർ മസ്റ്റ് ബി ചെക്ക്. എന്നിട്ട് അതിന്റെ റിയലബിലിറ്റി, ആ മെത്തേഡ് യൂസ് ചെയ്തതിന്റെ റിയലബിലിറ്റിയും കൂടി നമ്മൾ ഒന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇനി all decision regarding the techniques to be used. നമ്മൾ എന്തൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊന്ന് വാലിഡേറ്റ് ചെയ്യാം. ദ ഏരിയ ടു ബി കവേർഡ്, നമ്മൾ ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദ ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്, ടൈം ടു ബി സെറ്റ്, എത്ര ടൈമാണ് എനിക്ക് അലോ ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഷുഡ് ബി പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ്, ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ചെയ്യണം. ആസ് പെർ ദ ഓർഗനൈസേഷണൽ പ്ലാനിങ് പോലെ കറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ പ്രോസസ്സും സെലക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ വെൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. ദ പ്ലേസ് വേർ ദ ഇന്റർവ്യൂ ഇസ് ടു ബി കണ്ടക്ടഡ് should be set in such a way that interviewer and applicant both feel comfortable. രണ്ടു പേർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്ലേസ് അറേഞ്ച് ചെയ്യാൻ, ഇന്റർവ്യൂവിന് വേണ്ട പ്ലേസ് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് ഒരുപാട് റൂറൽ ഏരിയാസിലൊക്കെ പോയി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സിനും കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ എത്താൻ പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കാൻഡിഡേറ്റ്സിനും അതേപോലെ ഇന്റർവ്യൂവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് വേണം അറേഞ്ച് ചെയ്യാൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് കംഫർട്ടബിൾ ആണെങ്കിൽ അതിനൊരു അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇനി നമ്മൾ നോക്കുന്നത് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ആണ്. ദിസ് സ്റ്റെപ്സ് all through the most important one. നമ്മൾ ഇന്റർവ്യൂ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്ത്, കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. ഒത്തിരി ആൾക്കാർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്നുള്ളത് അങ്ങനെ എടുക്കില്ല, റിസ്ക് ആണ്. കാരണം എന്താണ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് എടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഇനി കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ. നമ്മൾ സെലക്ട് ചെയ്ത ആള് കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ലെങ്കിൽ അത് നമ്മുടെ ജോബിനെയും കൂടി എഫക്ട് ചെയ്യും. നമ്മൾ പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ഓർഗനൈസേഷൻ വാല്യൂ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു ഡ്യൂട്ടി എന്ത് ചെയ്യാറാണ്, മെയിൻ ആയിട്ട് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ കണ്ടക്ടിങ് ഇന്റർവ്യൂ ആണ് നമുക്ക് നോക്കാം. ദിസ് സ്റ്റെപ്സ് ഓൾ ത്രൂ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. നമ്മൾ ഇന്റർവ്യൂ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. ഇറ്റ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, ശരിയല്ലേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടം എന്താ പറയാ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ് ആർ അൺവില്ലിംഗ് ടു ടേക്ക് on this job as they find this function the most complicated one in entire interview process. അപ്പോ ഒരുപാട് നമ്പർ ഓഫ് മാനേജേഴ്സ് അത് അൺവില്ലിംഗ് ആണ്, വെച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്, ഇന്റർവ്യൂ പ്രോസസ്സിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. There are certain tasks that are to be performed by the interviewer while carrying out the interview. അതേപോലെ തന്നെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യാറുണ്ട്. സം ഓഫ് them are as follows. അപ്പൊ താഴെ പറയുന്നതാണ് ആ ടാസ്കുകൾ. ഫസ്റ്റ് ഇന്റർവ്യൂ, ദ ഓപ്പണിംഗ് ഓഫ് ദി ഇന്റർവ്യൂ. നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി നല്ല കോൺഫിഡൻസോട് കൂടി ഇന്റർവ്യൂവർ ആണ് എന്ത് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ ഇന്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുകയാണ്, ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂവർ നമുക്ക് ഇനി വരാൻ പോകുന്ന കാൻഡിഡേറ്റ്സിന്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആള് വരുമ്പോൾ തന്നെ നമുക്ക് പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെയിം പ്രൊനൗൺസ് ചെയ്തിട്ട് സിഡാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, എന്നെ കുറിച്ച് അറിയാം, എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ്, എന്നെ കുറിച്ച് അറിയാലോ. അപ്പൊ അതൊരു ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഒരു എന്താ പ്രോസസ്സിൽ നമുക്ക് എന്താ പറയുക കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻസ്. ഇന്റർവ്യൂവർ ശരിക്കും ആപ്ലിക്കൻസിന് കഴിയുന്നത് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടാവും, എന്നാലും നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ജോബ് നോളജും ബിഹേവിയർ ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. കാരണം എന്തിനാണ്, മേ ബി നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എവിടെയാണ് വർക്ക് ചെയ്തത്, മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്ന ഓർഗനൈസേഷൻ ആണ്, അവിടെ എന്തായിരുന്നു ജോബ്,
അപ്പൊ ആള് പറയാണ് അക്കൗണ്ടന്റ് ആയിട്ടായിരുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഡീൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്തത്. അപ്പൊ ആ ഒരു ജോബിനെ കുറിച്ച് ആൾക്ക് എന്തോരം നോളജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്റർവ്യൂ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് കഴിയുമ്പോൾ, ഇന്റർവ്യൂ കഴിയുമ്പോൾ നമ്മുടെ ഒബ്സർവേഷനും ഇംപ്രഷനും ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഒബ്സർവേഷനും ഇംപ്രഷനും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർ പെർഫോം ചെയ്യേണ്ടത്. നോക്കാം. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. In order to make the interview comfortable and confident, the interviewer opened the interview with the great enthusiasm and effective voice and personality. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വോയിസോട് കൂടി, നല്ല പേഴ്സണാലിറ്റിയോട്, ഒരു നല്ലൊരു enthusiasmത്തോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണം. By this he is capable of earning the candidate's trust. എന്നാൽ മാത്രമാണ് കാൻഡിഡേറ്റ്സിന്റെ ട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻസ്. കംപ്ലീറ്റും അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. ദ ഇന്റർവ്യൂവർ മസ്റ്റ് accumulate complete and extract information about the applicants regarding his qualification. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടും എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും നോളജിനെ കുറിച്ചിട്ടും നമ്മൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം. ബിഹേവിയർ, ഔട്ട്ലുക്ക് ആൻഡ് സ്കിൽ യൂസിങ് ദ പ്ലാൻഡ് ഇന്റർവ്യൂ. അപ്പൊ ആ പ്ലാൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആപ്ലിക്കൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. ഓൾറെഡി നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ അവർ ഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്, എന്നാലും നമ്മളത് നേരിട്ട് കണ്ട് ഒബ്സർവ് ചെയ്ത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അടുത്താണ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ. ചെക്ക് വെദർ ദ ആപ്ലിക്കന്റ് ഈസ് സ്യൂട്ടബിൾ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓർ നോട്ട്. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആപ്ലിക്കന്റ് നമ്മളുടെ ജോബ് റിക്വയർമെന്റ് അനുസരിച്ച് പെർഫോം ചെയ്യാൻ ഓക്കെ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദ ഇന്റർവ്യൂവർ നീഡ് ടു റെക്കോർഡ് ദ ഫീഡ്ബാക്ക് ആൻഡ് ഇംപ്രഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. അപ്പോ ഇന്റർവ്യൂവർ എന്ത് ചെയ്യണം, ആ റെക്കോർഡുകൾ നല്ല രീതിയിൽ ഒന്ന് നോക്കണം. അതേപോലെ ഫീഡ്ബാക്കുകൾ, അതേപോലെ ഇംപ്രഷൻ, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇംപ്രഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. വെൽ കംസ് ഇൻ ടു മൈൻഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ പ്രോസസ്. നമ്മൾ ഇന്റർവ്യൂ പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആള് ഭയങ്കര കാമാണ്, ഓക്കെ ആണ്, പൊളൈറ്റ് ആണെന്നൊക്കെ മനസ്സിലാണെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു സെലക്ഷന്റെ കാര്യത്തിൽ നമുക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് ആണ് തേർഡ്, ഇന്റർവ്യൂ പ്രോസസ്സിന്റെ തേർഡ് ആണ് ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ ക്ലോസ് ചെയ്യേണ്ടേ. നാച്ചുറലി കണ്ടക്ടിംഗ് ദ ഇന്റർവ്യൂ ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് ഇറ്റ്സ് starting. The closing of the interview process should be friendly and must be finished in certain time limit without giving any negative vibes to the applicants. നമ്മളൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ സെലക്ട് ആയില്ലെങ്കിൽ പോലും നമ്മൾ ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മളോടുള്ള പെരുമാറ്റം മൂലം ആ ഒരു ഇന്റർവ്യൂ ചെയ്ത ഓർഗനൈസേഷനോട് നമുക്ക് ഇംപ്രഷൻ തോന്നും. നമ്മൾ സെലക്ട് ചെയ്തില്ല, മറ്റൊരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത്, പക്ഷെ നമ്മളോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മുടെ പോരായ്മകൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മളോട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് അവരെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും ഓർഗനൈസേഷനോട് തോന്നാം. അതേപോലെ തന്നെ ഇന്റർവ്യൂ എപ്പോഴും ഫ്രണ്ട്ലി മാനർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ക്ലോസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അല്ലേ. സെലക്ടഡ് ആവുകയാണെങ്കിൽ 30 daysനുള്ളിൽ ഫെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ് നിങ്ങൾ ഇൻഫോം ചെയ്യും. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് തന്നെയാണ്. ഇനിയിപ്പോ ഫെയിൽ ആയാലും സെലക്ടഡ് ആയാലും നമുക്കൊരു ഇംപ്രഷൻ വരുമല്ലോ, നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് തോന്നുന്നു. അപ്പൊ നാച്ചുറലി കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് സ്റ്റാർട്ടിങ്. ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. കൺക്ലൂഡിങ് ദ ഇന്റർവ്യൂ, അത് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോഴും ഇന്റർവ്യൂ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ലി മാനറിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം കേട്ടോ, എന്താണ് റിസൾട്ട് നമ്മൾ ഇൻഫോം ചെയ്യാം. ഒരു ടൈം ലിമിറ്റ് കൂടി പറയണം, 30 daysനുള്ളിൽ നമുക്കത് ഇൻഫർമേഷൻ വരും എന്ന് പറഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഫോർത്ത് ആണ് ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്. നമ്മൾ ഇന്റർവ്യൂ റിസൾട്ട് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ആഫ്റ്റർ ക്ലോഷർ ഓഫ് ദ ഇന്റർവ്യൂ, നമ്മൾ ഇന്റർവ്യൂ ക്ലോസ് ചെയ്തു, ദ ഇവാലുവേഷൻ ഇസ് ഡൺ ബൈ ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂവേഴ്സ്. ഇവാലുവേഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂവേഴ്സ് ആയിരിക്കും ഇവാലുവേഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. ദിസ് ഇവാലുവേഷൻ ഇസ് carried out in order to determine the positive as well as negative
ഒരു കാൻഡിഡേറ്റ്സിന്റെ പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് ആക്സെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്രൈസൽ ഓഫ് ഇന്റർവ്യൂ, അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇവാലുവേഷൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അപ്രൈസൽ. അപ്രൈസൽ ഓഫ് ഇന്റർവ്യൂ grades mainly affect the selection process and is based on the observation made by the interviewer and the information collected during the entire process. അപ്പോൾ ഇവാലുവേഷൻ മെയിൻലി എന്തിന്റെ ബേസിലായിരിക്കും, ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ എന്തിന്റെ ബേസിലായിരിക്കും, ഇന്റർവ്യൂവർ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇന്റർവ്യൂ പ്രോസസ്സിൽ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒബ്സർവേഷന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂവറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വൈൽ അസസിംഗ് ദ റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂ, അത് മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർവ്യൂയുടെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദ ഇന്റർവ്യൂവർ ഷുഡ് ബി മേക്ക് ഷുവർ ദാറ്റ് skills and qualification of the applicant should be fulfill the requirement of the job. അതേപോലെ തന്നെ ആപ്ലിക്കൻസിന്റെ സ്കിൽസും ക്വാളിഫിക്കേഷനും നമ്മളുടെ ജോബിന് ആപ്റ്റ് ആണോ, ഫുൾഫിൽ ചെയ്യുന്ന കാര്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. The interviewer should make sure that the skills and qualification of the applicant should be fulfill the requirement of the job. അദ്ദേഹത്തിനുള്ള സ്കിൽസും ക്വാളിഫിക്കേഷനും നമ്മളുടെ ജോബ് റിക്വയർമെന്റ്സിന് ആപ്റ്റ് ആണോ, കറക്റ്റ് ആണോ എന്നും കൂടി ആര് ഇവാലുവേറ്റ് ചെയ്യും, ഇന്റർവ്യൂവർ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ടാണ് ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്സ് ഇൻ ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് കണ്ടക്ടിങ് ഇന്റർവ്യൂ, അത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർ ആണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യണം. ദെൻ ക്ലോസിംഗ് ഓഫ് ദി ഇന്റർവ്യൂ ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, ഇന്റർവ്യൂവറിന്റെ ഒരു പോസിറ്റീവ്ലി ഫ്രണ്ട്ലി മാനറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കണം. ദെൻ ലാസ്റ്റ് ആണ് ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂ റിസൾട്ട് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഒബ്സർവേഷനെയും അല്ലെങ്കിൽ അതേപോലെ തന്നെ കളക്ട് ചെയ്ത ഇൻഫർമേഷനെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യാണ്. ഇന്റർവ്യൂ പ്രോസസ് എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ ഒരു ഇന്റർവ്യൂ പ്രോസസ്.
ഓക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. ഇന്റർവ്യൂ പ്രോസസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഇന്റർവ്യൂവിന് ഒത്തിരി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ആണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. The types of interview being conducted largely influence the interview arrangements. ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് നമ്മളെ ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിൽ വരുന്നത്. The procedure of interviewing maybe involves conducting individual interview, an interview panel, a selection board or some form of assessment center. സാധാരണ ഒരു ഇന്റർവ്യൂവിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ പാനലിന്റെ ഇതുണ്ടാവും, then സെലക്ഷൻ ബോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് സെന്റർ ഉണ്ടാവും. നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്ലേസിലാണ് അസസ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. However, the interview arrangement should be conform ബോർഡർലി ടു ദ ഫോളോയിങ് മെൻഷൻ പാറ്റേൺ. സാധാരണ രീതിയിൽ താഴെ പറയുന്ന രീതിയിലാണ് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. The information regarding the place and the time of the interview and the person to contact should be provided to the candidate who have applied in writing or over a phone. നമ്മൾ എവിടെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ഏത് പേഴ്സണെയാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കാൻഡിഡേറ്റ്സിനോട് റിട്ടേൺ ആയിട്ട് ഒന്നില്ലെങ്കിൽ ലെറ്റർ മുഖേന അല്ലെങ്കിൽ മെയിലോ ഓർ ഓവർ എ ഫോൺ കോൾ മുഖേന നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ കൂടുതലായിട്ട് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിലാണ് യൂസ് ചെയ്യുന്നത്. The types of interview should be scheduled while keeping in mind the distance between the candidates residence to the place of interview. സാധാരണയായിട്ട് കാൻഡിഡേറ്റ്സിന്റെ റെസിഡൻസും അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ഇന്റർവ്യൂ തമ്മിൽ ഒത്തിരി ഗ്യാപ്പുള്ള സ്ഥലമൊന്നും വെക്കേണ്ട. ഒത്തിരി ഡിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും വരാനായിട്ട്. നമുക്ക് അത് എന്താ പറയാ, അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇന്റർവ്യൂവിന്റെ പ്ലേസ് എന്ത് ചെയ്യാനായിട്ട്, ഫിക്സ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അർബൻ ഏരിയ ആണെങ്കിൽ എല്ലാവർക്കും കുഴപ്പമില്ല, അല്ലെങ്കിൽ സിറ്റി ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വരാനും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ചത്, ഒരു റൂറൽ ഏരിയയിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടേക്ക് വരാനുള്ളൊരു ഡിഫിക്കൽട്ടീസ് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എവിടെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കണം. The timing should be adjusted according to the working hours of the candidates that are currently placed in some company. ഈ ടൈമിംഗ് എന്നുള്ളത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ടൈം എന്നുള്ളത്, ഈ കാൻഡിഡേറ്റ്സ് എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ്, കറന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരതനുസരിച്ചിട്ടുള്ള ടൈം നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്ത് കൊടുക്കാം. If the location of the company is to be difficult to find, നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ നമ്മൾ അതിനൊപ്പം എന്ത് കൊടുക്കാം, മാപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി എങ്ങനെ വരണം, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുക, ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. A map accomplished by the public transportation detail should be provided to the candidates. നമ്മളൊരു മാപ്പും അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സിനെ ഇൻഫോം ചെയ്യാം. It is always a good idea to let the receptionist or security guard know who is coming. അതേപോലെ തന്നെ നമ്മുടെ റിസപ്ഷനിസ്റ്റിനോടും സെക്യൂരിറ്റി ഗാർഡിനോടും നമ്മൾ ഇൻഫോം ചെയ്യാം, ആരൊക്കെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി വരാനായിട്ട് പോകുന്നത്, ഇന്ന പേഴ്സൺസ് ഇന്റർവ്യൂവിന് വേണ്ടി വരും എന്നുള്ളത് റിസപ്ഷനിസ്റ്റിനും അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിനോട് സെക്യൂരിറ്റി ഗാർഡിനോട് പറയാം. അപ്പൊ റിസപ്ഷനിസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇന്ന ആളുടെ പേര് പറഞ്ഞിട്ട് മറ്റേ കൃഷ്ണപ്രിയാണ്, ഓക്കെ മാം ഇത്രയാണ് നമ്പർ, അവിടെ ഇരുന്നു കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇരുന്നോ വെയിറ്റ് ചെയ്തോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ തന്നെ തോന്നും. ഇറ്റ് വിൽ പുട്ട് എ ഗുഡ് ഇംപ്രഷൻ ഓൺ ദി കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ തന്നെ ഒരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Application should be given a quiet and comfortable room to wait. ആപ്ലിക്കൻസിന് നമ്മളൊരു ക്വയറ്റ് ആയിട്ട്, ഒരു കൂൾ ആയിട്ട് ഒരു റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. The room should have various reading materials available for them. അപ്പൊ റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആപ്ലിക്കൻസിന് ഒരു ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂം പ്രൊവൈഡ് ചെയ്യാം. അതുകൂടാതെ റീഡിംഗ് മെറ്റീരിയൽസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. The true information related to program should be provided to the interviewer and the panel of interview. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആരോടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇന്റർവ്യൂവറിന്റെ അടുത്ത് അല്ലെങ്കിൽ പാനൽ ഓഫ് ഇന്റർവ്യൂ
ഇന്റർവ്യൂ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇൻ ഓർഡർ ടു വെൽക്കം ആൻഡ് എസ്കോർട്ട് ദ കാൻഡിഡേറ്റ് ഫോർ ഇന്റർവ്യൂ. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യും. ദ റൂം ഷുഡ് ബി ബുക്ക്ഡ് ആൻഡ് അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദ മീൽസ് ആൻഡ് കണ്ടക്ട് എ ടൂർ അറൌണ്ട് ദ കമ്പനി ഇഫ് പോസിബിൾ. അത്രയൊന്നും വേണ്ട. എന്താ പറയുന്നത്, അവർ വെൽക്കം ചെയ്യണം. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ എസ്കോർട്ട് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിന് ആ റൂമിലേക്ക് അല്ലെങ്കിൽ ഇതാണ് എന്താണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളെ നിർത്താണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ റൂം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സാധാരണ ഒരു റൂം എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് റൂം ആയിരിക്കും അല്ലെ. കോൺഫറൻസ് റൂം പോലത്തെ ഒരു റൂം ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇഫ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ അവർക്ക് വേണ്ട മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ മേ ബി ലെങ്തി ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് പിന്നീടാണ് ഇന്റർവ്യൂ എങ്കിൽ എന്താ പറയാ ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് വന്നു പിന്നെ ആഫ്റ്റർനൂൺ മീൽസിനുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ കമ്പനി നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡിലേക്കുള്ള ഇന്റർവ്യൂസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ മേ ബി ഈ ഒരു കമ്പനി ടൂർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ടെക്നിക്കൽ ഫീൽഡിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനിയിലെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. The room is with less or little distraction should be arranged for interview. ഇന്റർവ്യൂവിനുള്ള റൂം അറേഞ്ച് ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ റൂം അറേഞ്ച് ചെയ്യാനായിട്ട്. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സോ കാര്യങ്ങളോ ഒന്നും പാടില്ല. കാരണം ഒരു കോൺഫറൻസ് റൂം എങ്ങനെയായിരിക്കും അതേപോലെ വേണം നമ്മൾ ഇന്റർവ്യൂവിനുള്ള റൂം അറേഞ്ച് ചെയ്യാനായിട്ട്. കേട്ടോ, ഞാൻ ഇമേജ് കാണിച്ചു തരാട്ടോ. നോക്കട്ടെ. കോൺഫറൻസ് റൂം എന്ന് പറഞ്ഞാൽ ഇത്ര വലുതല്ല, എന്നാലും സിമ്പിൾ ആയിട്ടുള്ള കോൺഫറൻസ് റൂം ഒക്കെ ഉണ്ടാവില്ലേ. സിമ്പിൾ ആയിട്ട് നോക്കട്ടെ. ഒരു അധികം കുഴപ്പമില്ലാത്തത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതേപോലത്തെ ഒരു റൂമാണ് ഉള്ളെങ്കിൽ നമുക്കൊരു അധികം ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്കത് ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു റൂം ഇന്റർവ്യൂവിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ഇത് പാനൽ ഓഫ് ഇന്റർവ്യൂസിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയർസ് ഒക്കെ ഉള്ളത്. ഇനിയിപ്പോ 2 പേരാണ് ഇന്റർവ്യൂറും കാൻഡിഡേറ്റ്സും മാത്രം ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് 2 ചെയർ മാത്രം മതിയാവും. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റൂം നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഈ സൈക്കോളജിക്കൽ ബാരിയർ ബിറ്റ്വീൻ the interviewer and the candidates is created in the situation where the interviewer selected to sit behind the desk during the interview. അപ്പം നമ്മൾ നേരിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സൈക്കോളജിക്കൽ ബാരിയറും കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നേരിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നല്ലൊരു ഓപ്ഷനാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇനി not too much information regarding the company or condition of employment should be shared with the candidates during the interview or interview process. നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഒന്നും നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. ഇന്റർവ്യൂ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റ്സിനോട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് ആ വ്യക്തിയോട് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. After a professional offer has been made, negotiation for over a pay and other benefits will take place. ഇനി ഒരു പ്രൊഫഷണൽ ഓഫർ കൊടുക്കാൻ ഞാൻ എത്രയാണ് പേ സ്കെയിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്രയാണ് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻസെന്റീവ് അവർ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. പ്രിപ്പയറിംഗ് ഗ്രൗണ്ട് വർക്ക് ഫോർ നെഗോഷിയേഷൻ ബെനിഫിറ്റ്സ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ പ്രോസസ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ. നമ്മള് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് അവരെ ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും. When the interview is concluded, the information regarding the next step should be provided to the applicants. ഇനി അടുത്ത സ്റ്റെപ്സ് നിങ്ങളുടെ HR നിന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യും എന്നുള്ള കാര്യം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ സെലക്ടഡ് ആണെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ HR മാനേജർ നിങ്ങളോട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, they might be asked if they have any objection or problem with any steps that have been taken till the stage. അതേപോലെ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ ഇത്രയും നേരം ഇന്റർവ്യൂ
വേണ്ടി സ്പെൻഡ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒബ്ജക്ഷനോ പ്രോബ്ലംസോ ഫേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടോ? ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണ് നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സിൽ ഒരു ഫീഡ്ബാക്ക് കാൻഡിഡേറ്റ്സിന് എടുക്കുന്നത് നല്ലതായിരിക്കും. ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് ഷുഡ് ബി ഡിറ്റർമിൻഡ് ബൈ ഫോളോ അപ്പ് സ്റ്റഡി. നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും പെർഫോമൻസ് അദ്ദേഹം ചെയ്യും. എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. These studies will enable the organization to validate their selection process and examine their interviewer skill. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത സെലക്ഷൻ പ്രോസസ്സ് കറക്റ്റ് ആണോ, അതേപോലെ ഇന്റർവ്യൂവർ സെലക്ട് ചെയ്തത് ഇന്റർവ്യൂവറിന്റെ ബെസ്റ്റ് നോളജിലാണോ അദ്ദേഹം സെലക്ട് ചെയ്തത്, കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിനെയാണോ സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലും ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസ് കാൻഡിഡേറ്റ്സിന്റെ ആക്ച്വലും ആന്റിസിപ്പേറ്റഡ് പെർഫോമൻസ് തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഇന്റർവ്യൂവർ അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നോളജോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തു. ആള് പെർഫോം ചെയ്യുമ്പോൾ ജോബ് വീക്കായിട്ടായിരിക്കും പെർഫോം ചെയ്യുന്നത്. പക്ഷെ അപ്പൊ തന്നെ കമ്പനി എന്ത് പറയും, ഇന്റർവ്യൂവറിന്റെ സ്കില്ല് കുറവാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂവറെ തന്നെ നമ്മൾ മാറ്റും കമ്പനിന്ന്. കാരണം ഒരാള് ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ആപ്റ്റ് അല്ലാത്ത ഒരാളാണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. സോ ഇതെല്ലാം കൺസിഡർ ചെയ്യും. പിന്നീട് ആയാലും സെലക്ഷൻ ഇന്റർവ്യൂ കഴിഞ്ഞാലും ഈ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, when planning an interview, it is an important that the people who will conduct it are well informed on job position and the procedure they should follow. നമ്മൾ ഇന്റർവ്യൂവിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ആരെല്ലാമാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓരോരുത്തരോടും ഇൻഫോം ചെയ്യണം. അവരുടെ ജോബ് പൊസിഷനും ആ പ്രൊസീജിയേഴ്സ് ഒക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. The manager and the team leader should be continuously trained regarding interview skill that are required for conducting interview properly. അപ്പൊ ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സ്കില്ലുകള്, ഇന്റർവ്യൂയിങ് സ്കില്ല്, അത് നമ്മുടെ മാനേജേഴ്സും ടീം ലീഡേഴ്സും ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളെ ട്രെയിൻ ചെയ്യിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, the provision mentioned under sex, race, disability, discrimination act should be completely followed by the interview. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എടുക്കില്ല. അതേപോലെ റേസിസം നമുക്കറിയാലോ, റേസിസം അതേപോലെ ഡിസബിലിറ്റീസ് ഉള്ളവര് അങ്ങനെ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. പ്രീജഡ്ജ്ഡ് ബിഹേവിയർ, പ്രീജഡ്ജ്ഡ് ജഡ്ജ്മെന്റ്, judicial judgment of any kind must be fully avoided or eliminated from the interview and following discussion. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും ഒരു ധാരണ, ഒരു നമ്മളുടേതായ ഒരു മുൻധാരണ, അത് വേണ്ട. ഒരു ബിഹേവിയറിന്റെ കാര്യത്തിലായാലും ജഡ്ജ്മെന്റിന്റെ കാര്യത്തിലും മുൻധാരണ വെച്ചാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് ആ ഒരു എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ any indirect remark reflect any kind of racism should be avoided at all cost. Racism ഉണ്ടല്ലോ, അത് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാസ്റ്റിന്റെയും കളറിന്റെയും ഒക്കെ പേരിൽ ഒരുപാട് റേസിസം ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യുന്നുണ്ട്, ഇന്ന് കറന്റ്ലിയും ഉണ്ട്. അപ്പൊ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ചില സ്ഥാപനങ്ങളിൽ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ജോബ് കൊടുക്കുള്ളൂ. ടീച്ചിങ് ഫീൽഡിലാണെങ്കിൽ പോലും ചില കമ്മ്യൂണിറ്റിയിൽ ഉള്ള വ്യക്തികൾ അവരുടെ കാസ്റ്റിൽപ്പെട്ട ടീച്ചേഴ്സിനെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് റേസിസം ഡിസ്ക്രിമിനേഷനും എല്ലാ ഫീൽഡിലും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. The reason behind selecting and rejecting any candidates should be recorded after the interview has been conducted. നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനുമുള്ള റീസൺ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. Rejection of the candidate should be made exclusively on the basis of he or she incapable of performing the job. ആ ജോബ് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്തത്, റിജക്ട് ചെയ്തത് എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. And decision on selecting the candidate should not based on racism, sexism, ഡിസബിലിറ്റിയുടെയും റേസിസത്തിന്റെയും അതേപോലെ തന്നെ സെക്സിസം. ചില ഓർഗനൈസേഷൻസ് പുരുഷന്മാരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻസിനെ മാത്രമായിരിക്കും അവർ ജോലിക്ക് എടുക്കുന്നത്, സ്ത്രീകൾ കുറവായിരിക്കും. കാരണം എന്താണ്, സ്ത്രീകളാവുമ്പോൾ പ്രാരാബ്ദം അതേപോലെ തന്നെ അവര് കറക്റ്റായിട്ട് ജോലിക്ക് പറ്റില്ല, ഒരുപാട് ലീവ് വരും എന്നൊക്കെയുള്ള പ്രശ്നം കൊണ്ട് സ്ത്രീകളെ ഇന്നും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങള് ബേസിലാവരുത് ഒരു കാരണവശാലും നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ.
Handling the applicant ethically is another important aspect to consider when planning and implementing a recruitment program. നമ്മളൊരു പ്രോഗ്രാം ഇന്റർവ്യൂ പ്രോഗ്രാം അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം. ആപ്ലിക്കൻസിന് നല്ല ഇമ്പോർട്ടൻസോട് കൂടി എത്തിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. അവർ റെസ്പെക്റ്റോട് കൂടി തന്നെ ട്രീറ്റ് ചെയ്യണം. അത് അവരുടെ അവകാശം കൂടിയാണ്. വിച്ച് ഇൻക്ലൂഡ്സ് receiving a prompt response and being informed of the result of their application. അപ്പോൾ പ്രൊമക്റ്റ് ആയിട്ട് നമ്മൾ അവർ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് ചെയ്യണം. ഇത് കൂടാതെ അവരുടെ റിസൾട്ട് അവരോട് ഇൻഫോം ചെയ്യണം. There is a limit to how many interviews and the interviewer can conduct a day without losing enthusiasm and energy. അവരുടെ ആവേശം അതേപോലെ തന്നെ എനർജി ലൂസ് ചെയ്യാതെ എത്ര ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്താ പറയുന്നത്. ഒത്തിരി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബേർഡനാണ്. അപ്പം മാക്സിമം 8 ആണ് അവർ പറയുന്നത്. ലോ സ്ട്രെസ് ഹാഫ് ആൻ അവർ ഇന്റർവ്യൂ ഷുഡ് ബി കണ്ടക്ടഡ് ഇൻ എ ഡേ. അപ്പൊ ഒരു 8 hours നമ്മൾ എന്ത് ചെയ്യുക, 8 hours ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് കണ്ടക്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കൂൾ ഓഫ് ടൈം ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് 10 minutes ബ്രേക്സ് ദെൻ ഇന്റർവ്യൂ. പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു ബേർഡനാണ്. ഇന്റർവ്യൂവർക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോ അദ്ദേഹം പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്ത് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ്.
ഓക്കെ, റീഡ് ചെയ്തോ? ഓക്കെ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ സെലക്ഷൻ ഇന്റർവ്യൂ ആണ്. നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മേ ബി മൺഡേ നിങ്ങൾക്ക് ക്ലാസ് പോയില്ലാലോ അല്ലെ? ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ലാലോ, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം, ടെക്നിക്കൽ പ്രോബ്ലം കാരണം ഇല്ല. അപ്പൊ മേ ബി അത് സാറ്റർഡേ ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മേ ബി സാറ്റർഡേ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് സാറ്റർഡേ എടുക്കാം. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് റീഡ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ.